അല്ല, ACC സമ്മേളനം കഴിഞ്ഞതില്ല. അതാണല്ലോ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ പറഞ്ഞത്. ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസിന്റെ അഴിച്ചുപണി വേണ്ട സംസ്ഥാനങ്ങൾ അഴിച്ചുപണി നടത്തുകയും സംഘടനയെ താഴെ തലം വരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിന്റെ തുടക്കമായിരിക്കും ഇവിടെ നിന്ന് ഉണ്ടാകും. അല്ല, അത് എവിടെല്ലാം വേണമെന്നുള്ളത് പാർട്ടി ഹൈക്കമാൻഡ് ഓരോ ഘടകങ്ങളുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. മഹാരാഷ്ട്രയിൽ ഞങ്ങളിപ്പോ എല്ലാ സ്ഥലങ്ങളിലും ഒബ്സർവേഴ്സിനെ അയച്ചിരിക്കുക ജില്ലകളിലെ മാറ്റങ്ങൾക്ക് വേണ്ടി. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഏതെല്ലാം രീതിയിലാണെന്ന് അതാത് സംസ്ഥാന നേതൃത്വവുമായിട്ട് ആലോചിച്ചായിരിക്കും ചെയ്യുന്നത്. ഈ പ്രിയങ്ക ഗാന്ധി ഒരു പ്രധാന റോഡിലേക്ക് ഇതോടുകൂടി വരുന്നത്. പ്രിയങ്ക ഗാന്ധി ജനറൽ സെക്രട്ടറിയാണ്, പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളുടെ ഏകോപനം ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ അതൊന്നും ഇവിടെ ACC ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അത് കോൺഗ്രസ് പ്രസിഡന്റ് തീരുമാനിക്കേണ്ട കാര്യം. ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എങ്ങനെയാണ്? രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടില്ല, പ്രിയങ്ക ഗാന്ധി മാറി. രാഹുൽ ഗാന്ധി അല്ലേ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത വ്യക്തി? ഇന്ത്യ അലയൻസിന്റെ ആളുകളുമായി കോൺഗ്രസ് പ്രസിഡന്റും രാഹുൽ ഗാന്ധിയെ സംസാരിച്ച് എല്ലാവരെയും ഒരുമിച്ച് അണിനിരത്തി. അങ്ങനെയാണല്ലോ ഇത്രയും വലിയ ഒരു ശക്തമായ പ്രതിരോധം ലോക്സഭയിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ മുന്നോട്ട് വെച്ചത്. അപ്പൊ അത് തന്നെ അതിന്റെ എല്ലാം പിന്നിലെ പ്രേരക ശക്തി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. ആരെല്ലാം പ്രസംഗിക്കാൻ ആരെല്ലാം തീരുമാനിക്കണമെന്നുള്ളത് പാർട്ടി രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസ് പ്രസിഡന്റിനോട് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ മീറ്റിംഗിലും ആരെല്ലാം സംസാരിക്കണം എന്നുള്ള അവരുടെ തീരുമാനമാണ്. അതുകൊണ്ട് അതിനകത്ത് അത് തെറ്റായ പ്രചരണമാണ് അഴിച്ചുവിടുന്നത്. മുനമ്പത്തിപ്പോ ഒടുവിൽ ജുഡീഷ്യൽ കമ്മീഷൻ ആകാമെന്നുള്ള രീതിയിലേക്ക് ഹൈക്കോടതി എത്തുകയാണ്. വാസ്തവത്തിൽ ഈ മുനമ്പം വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കേരള ഗവൺമെന്റിന് കഴിയുമായിരുന്നു. അവർ ചെയ്യാതെ ഇത് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ BJPക്ക് ഒരു അവസരം കൊടുക്കാൻ CPM ശ്രമിക്കുകയാണ് കേരളത്തിൽ. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ് ഞങ്ങൾ. അവരെ അവിടെ നിന്ന് ഇറക്കിവിടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അവരുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. ഈ വഖഫ് നിയമം പാസ്സാക്കിയതുകൊണ്ട് അവർക്ക് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. 2A അവർക്ക് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. ഗവൺമെന്റ് വിചാരിച്ചാൽ ഇത് എത്രയും പെട്ടെന്ന് തീർക്കാൻ കഴിയും. അത് അവർ തീർക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പൊതുവെ കടമ്പിടുത്തക്കാരനല്ല എന്നറിയപ്പെടുന്ന ആളാണ് MA ബേബി ജനറൽ സെക്രട്ടറി ആവുന്നത് ഇന്ത്യ സഖ്യത്തിന് എത്രത്തോളം ഗുണകരമാകും? അത് കാത്തിരുന്ന് കാണാം. അദ്ദേഹത്തിന് ഇതുവരെയുള്ള പ്രസ്താവനകൾ നോക്കിക്കണ്ടാൽ പിണറായി വിജയൻ പറയുന്ന പോലെ മാത്രം ചെയ്യുന്ന നിലയിലാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ത് പറയുന്നു അത് തന്നെ ബേബി ചെയ്യുമെന്നുള്ള സൂചനയാണ് ഇതുവരെ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്തമായ ഒരു സൂചനയും കൊടുത്തതായി നമുക്ക് കാണുന്നില്ല. പിണറായി വിജയന്റെ ബേബിയാണോ? അത് നമുക്ക് കാത്തിരുന്ന് കാണാം.